കേരള സർവകലാശാല സെനറ്റ് ഹാളിലാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം. ആ ചിത്രം വെച്ച് അവിടെ പുഷ്പാർച്ചന നടത്തുന്നതിനെ എതിർത്താണ് SFI KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പക്ഷേ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ തന്നെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തി. നിലവിൽ SFI പ്രവർത്തകർ സർവകലാശാല സെനറ്റ് ഹാളിന് പുറത്ത്, ആ സർവകലാശാല ക്യാമ്പസിന്റെ ഗേറ്റിന് പുറത്ത് തമ്പടിച്ചു നിൽക്കുകയാണ്. അവർ ഗവർണർ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ പ്രതിഷേധം അറിയിക്കും എന്ന നിലപാടിൽ തന്നെയാണ്. അതിനുശേഷമേ പിരിഞ്ഞു പോകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഗവർണർ ആ പരിപാടിയിൽ ഇപ്പോഴും പങ്കെടുക്കുകയാണ്. SFI നേതാക്കൾ പറഞ്ഞത് ഗവർണർ മറ്റൊരു വഴിയിലൂടെ പോകും, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം മറ്റൊരിടത്തേക്ക് ഒരു മാർച്ച് നടത്തി അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഗവർണർ ആ പരിപാടിയിൽ തുടരുന്നുണ്ട്. ഗവർണർ ആ പരിപാടിയിൽ ഇനി സംസാരിക്കും എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, SFI പ്രവർത്തകർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഈ പുറത്ത് നിന്ന് മനസ്സിലാക്കുന്നത് പോലെയല്ല, അകത്ത് ഗവർണർ ആ പരിപാടിയിൽ തുടരുന്നു, ആ വേദിയിൽ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പ്രവർത്തകരെ എല്ലാവരെയും, മുഴുവൻ SFI പ്രവർത്തകരെയും ഈ ഗേറ്റിന് പുറത്തേക്ക് ഇറക്കാൻ, ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഗോകുല, നിലവിലത്തെ SFI പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട കവാടത്തിന് പുറത്താണുള്ളത്. അവർ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഗവർണർ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ അകത്തു നിന്നടക്കം അവർക്കുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അത് നമുക്കടക്കം മനസ്സിലായിട്ട് ഗവർണർ പരിപാടിയിൽ നിന്ന് പോയിട്ടില്ല. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഗവർണറുള്ള പ്രതിഷേധം അറിയിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ തീരുമാനം. നേരത്തെ ഗവർണർ ഇവിടെ നിന്ന് മറ്റൊരു വഴിയിലൂടെ പുറത്ത് പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് ഒരു പ്രതിഷേധ പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് നടത്തി ഇന്നത്തെ സമരം അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ അതിലും മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവർണർ ഈ പരിപാടിയിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല. അതായത് സർവകലാശാലയിൽ നിന്ന് ഗവർണർ ഇറങ്ങിയിട്ടില്ല. കേരള സർവകലാശാലയ്ക്കുള്ളിലെ ഈ പരിപാടി, അതായത് പത്മനാഭ സ്വാമി സേവാസമിതി നടത്തിയ ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. ഗവർണർ ഒരുപക്ഷെ അവിടെ സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SFI പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ട്. മറ്റ് SFI പ്രവർത്തകർ, അതായത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിക്കും എന്ന നിലപാടുമായി ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ, അതായത് ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം വലിയ സംഘർഷാന്തരീക്ഷം ഈ സർവകലാശാല ആസ്ഥാനത്ത് നിലനിന്നിരുന്നു. വളരെ നേരത്തെ, അതായത് 20-ാം തീയതിയോ മറ്റോ ആണ് ഈ പരിപാടിക്ക്, ഇങ്ങനെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സെനറ്റ് ഹാൾ വിട്ടു നൽകണം എന്ന ആവശ്യവുമായി ഈ സംഘാടകർ കേരള സർവകലാശാലയെ സമീപിക്കുന്നത്. ആ അപേക്ഷ പരിഗണിച്ച രജിസ്ട്രാർ തന്നെ ആ അപേക്ഷയിന്മേൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ചിരുന്നു. അത് ഒരു മതപരിപാടി അല്ലെങ്കിൽ ഒരു പ്രഭാഷണം, അത്തരത്തിൽ ഒരു കമ്മ്യൂണൽ ഡിവിഡൻസ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പരിപാടിയോ മറ്റോ ആകരുത് എന്നുള്ളത് കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഒരു സർവകലാശാലയിൽ വിദ്യാഭ്യാസ സംസ്കാരത്തിന് യോജിക്കാത്ത വിധത്തിൽ ഒരു പരിപാടിയും ഉണ്ടാകരുത് എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ ആ കാര്യം അതിൽ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ പരിപാടിക്ക് അനുമതി കിട്ടുന്നത്. സംഘാടകർ പറയുന്നത് ഏതാണ്ട് 60,000 രൂപ കൊടുത്താണ് ഈ ഹാൾ അവർ ബുക്ക് ചെയ്തത്. അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് അനുസൃതമാകുന്ന തരത്തിൽ, തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ആ പരിപാടി സംഘടിപ്പിക്കും എന്നുള്ള നിലപാടിൽ അവർ ആദ്യ അവസരം വരെ ഉറച്ചു നിന്നതാണ് കണ്ടത്. പുറത്ത് ഈ വലിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ ഒരു വട്ടം ആലോചിച്ചു, ഈ പരിപാടിയിൽ പങ്കെടുക്കണോ എന്നുള്ള കാര്യം ഒരു വട്ടം രാജ്ഭവൻ ആലോചിച്ചു. അതിനുശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നൊരു വിവരം ആദ്യഘട്ടത്തിൽ ലഭിച്ചു. തുടർന്ന് SFI പ്രവർത്തകർ ഈ പ്രതിഷേധം അറിയിച്ച് ഇവിടെ നിന്ന് പിന്തിരിയാനുള്ള ഒരു ശ്രമം അങ്ങനെ നടത്തുന്നതിനിടെയാണ് രാജ്ഭവൻ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ആലോചന നടത്തുന്നത്. തുടർന്ന് പോലീസ് SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന്, ഒരു സംഘർഷാന്തരീക്ഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വലിയ ബലപ്രയോഗം നടന്നു. SFI പ്രവർത്തകർ അതിനെ ചെറുക്കുന്നതാണ് കണ്ടത്. വലിയ രീതിയിൽ പോലീസും SFI പ്രവർത്തകരും തമ്മിലൊരു വാക്കേറ്റവും ഏറ്റുമുട്ടലിലേക്കും ഒരു സാഹചര്യമാണ് ആ ഘട്ടത്തിൽ പോയത്. അതിനുശേഷം ഗവർണർ പൊടുന്നനെ ആ തീരുമാനം മാറ്റി സർവകലാശാലയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ SFIയുടെ പ്രതിഷേധം അവർ അറിയിച്ചു. അതേസമയം തന്നെ KSUയുടെ പ്രവർത്തകർ, അവർ വിരലിലുണ്ടാവുന്നവരാണെങ്കിൽ പോലും, അവർ ഈ പരിപാടി നടക്കുന്ന വേദിക്കുള്ളിലേക്ക് കയറി അവരുടെ പ്രതിഷേധം അറിയിച്ചു. സംഘാടകരുമായുള്ള ഒരു ഏറ്റുമുട്ടൽ ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായി. അവരെ പോലീസ് അവിടെ നിന്ന് പരിക്കേറ്റവർ ആശുപത്രിയിലേക്ക്, മറ്റ് KSU പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ SFI പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയില്ല. ഗവർണർ വരുമ്പോൾ അവരുടെ പ്രതിഷേധം അവർ അറിയിച്ചു. തൊട്ട് പിന്നാലെ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നതിനിടെ അവർ ഈ ഗേറ്റ് പൂട്ടാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്നു. വീണ്ടും പോലീസുമായി ഏറ്റുമുട്ടലും വാക്കേറ്റവും ഉന്തും തള്ളലും ഒക്കെ ഉണ്ടാകുന്നു. തുടർന്ന് ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകില്ല എന്ന പ്രഖ്യാപനം അവർ നടത്തുന്നു. ഗവർണറുടെ വഴിതടയില്ല, ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് മുടക്കില്ല. മറ്റ് നിയമപരമല്ലാത്ത കാര്യങ്ങളൊന്നും SFI ചെയ്യൽ അതിലേക്ക് കടക്കില്ല. പക്ഷേ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും, അതിനിവിടെ തുടരും എന്നവർ വ്യക്തമാക്കുകയായിരുന്നു. പോലീസുമായല്ല
ഏറ്റുമുട്ടലെന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് അവരിവിടെ തുടരുകയായിരുന്നു. ഗവർണർ തിരിച്ചു വരുമ്പോഴും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും എന്ന നിലപാടിലാണ് അവർ നിന്നത്. അതിനിടെയാണ് ഗവർണർ മറ്റൊരു വഴി പുറത്തേക്ക് പോയി എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചത്. പക്ഷേ അതങ്ങനെയല്ല. ഗവർണർ ഈ പരിപാടിയിൽ തുടരുന്നു. ഗവർണർ പുറത്തു പോകുന്നത് വരെ SFI പ്രവർത്തകരും ഇവിടെ തുടരും, തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും എന്നവർ വ്യക്തമാക്കുന്നു. ചില പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഗോകുൽ, ഏതായാലും പരിപാടികൾ അകത്ത് നടക്കുന്നുണ്ട്. ഗവർണർ ആ പരിപാടികളിൽ ആദരിക്കുന്ന ചടങ്ങൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വിവാദമായ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. അതിനുശേഷം ഇപ്പോൾ ഗവർണർ ആ പരിപാടിയുടെ ഭാഗമായി തുടരുന്നുണ്ട്. SFI പ്രവർത്തകർ പുറത്ത്, ഈ സെനറ്റ് ഹാളിന് പുറത്ത്, ഗേറ്റിന് പുറത്ത് തമ്പടിച്ച് നിൽക്കുന്നു.